ശ്രീധരം, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ പുറകിന്ന് വിളിക്കുന്നോ? ഇയാൾക്ക് എന്താ വേണം? ആരോട് ചോദിച്ചാ ഇവിടെ വള്ളം ഇറക്കിയെന്ന്? ഇയാൾക്ക് ശ്രീധരൻ കിട്ടിയ കായലൊന്നും അല്ലല്ലോ ഇത്. അതുകൊണ്ട് ആരോടും ചോദിച്ചില്ല. അല്ല, ഇനിയിപ്പോ ഏതവനോടാ ചോദിക്കേണ്ടത്? അല്ല യശോദാമ്മേ, ഗോദാപുരത്തെ രീതിയും പെരുമാറ്റച്ചട്ടങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് മിണ്ടാതിരിയടോ. രീതിയും പെരുമാറ്റച്ചട്ടവും പറയാൻ വന്നിരിക്കുന്നു. നിങ്ങൾ കയറി അക്കരിക്കൊന്ന് തൊഴിഞ്ഞിട്ട് വാ മക്കളെ. ഒക്കത്തില്ല. ആരുടെ ഒക്കത്ത് എന്തോന്നില്ലാന്ന്? യശോദേ, നീ മനുഷ്യനെ വിഡ്ഢിയാക്കരുത്. ഇവിടെ ചില നിയമങ്ങളും കണക്കുകളും ഒക്കെ ഉണ്ട്. അതൊന്നും ഇന്നവരെ ആരും തെറ്റിച്ചിട്ടില്ല, ഇനി തെറ്റിക്കാനും പോണില്ല. ഇന്നലത്തെ മഴയ്ക്ക് കെടുത്ത ചില തകരകളെ കണ്ട് അതിനാരെങ്കിലും മുതിർന്നാൽ കഴുത്തൊടിച്ചവൻ കായലിൽ തള്ളും. ഈ കായലിൽ ഒരു വള്ളം മതി. അതിൽ കയറേണ്ടവനെ ഞാൻ തീരുമാനിക്കും. മാർത്താണ്ഡന്റെ വള്ളമല്ലാതെ വേറെ വള്ളം ഈ കായലിൽ കണ്ടാൽ വെട്ടിയേരി ഞാൻ വള്ളത്തിലായിട്ട് കത്തിക്കും. എന്നെ അറിയാവില്ല നിനക്ക്. ഓർമ്മിച്ചു നോക്ക്. കോട്ടപ്പുറത്തുനിന്ന് ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ഒളിച്ചോടി ഇവിടെ വന്ന് താമസമാക്കിയ ഒരു ഹിന്ദു പെണ്ണിനെ നിനക്ക് ഓർമ്മയുണ്ടോ? അവക്ക് വിലപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടതോ നിനക്ക് ഓർമ്മയില്ലേ? എന്നിട്ട് നീ പഠിച്ചില്ലല്ലേ? എന്നിട്ട് ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ലല്ലേ? ആരോരുമില്ലാത്തവരുടെ അതിക്രമം കാട്ടലൊന്നും ഇനി വേണ്ട. കോട്ടപ്പുറത്ത് നിന്ന് ഒളിച്ചോടി വന്ന ഹിന്ദു പെണ്ണിന് ഇനി നഷ്ടങ്ങൾ ഉണ്ടാവില്ല. ഇവിടെ ഞങ്ങളുണ്ട്. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാ. ഗോദാപുരത്ത് ഇന്നു മുതൽ കോട്ടപ്പുറം കാട് കടത്തോട് തുടങ്ങാൻ പോവാ. തടയാൻ ധൈര്യങ്ങളൊക്കെ തടയാം. വളരെ മാർത്താണ്ഡ മാമ ഒന്ന് നീങ്ങിനെ.